ദൃശ്യം മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്ത ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ പകുതിയോടെ തുടങ്ങുമെന്ന് ജിത്തു ജോസഫ് അറിയിച്ചു. അതേസമയം ദൃശ്യം 3 ഹിന്ദിയിൽ ആദ്യം തുടങ്ങാൻ ശ്രമങ്ങൾ ഉണ്ടായി, അത് തടഞ്ഞുവെന്നും ജിത്തു ജോസഫ് അറിയിച്ചു. മറുഭാഷയിലടക്കം ഗംഭീര വിജയം നേടിയ ചിത്രമാണ് ദൃശ്യം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. അതും പുറത്തിറങ്ങിയ ഭാഷകളിലെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. മറ്റു ഭാഷകളിലേക്ക് ഇത്രയധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു മലയാള ചിത്രം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനാൽ തന്നെ ദൃശ്യം 3 വരുന്നു എന്ന പ്രഖ്യാപനം മുതൽ മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ചർച്ചാ വിഷയമാണ്. ജോർജ് കുട്ടിയുടെ കുടുംബവിശേഷങ്ങളുമായി ദൃശ്യം 3 ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. ദൃശ്യം 1ഉം 2ഉം പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്തതുകൊണ്ട് തന്നെ ദൃശ്യം 3യിലും വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചുപുലർത്തുന്നത്. 2025 സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ 2026 ദൃശ്യം 3 പുറത്തിറങ്ങുമെന്നാണ് സൂചനകൾ. അജയ് ദേവ്ഗൺ അഭിനയിച്ച ദൃശ്യത്തിന്റെ ഹിന്ദി പകർപ്പ് 2026 പുറത്തിറങ്ങുമെന്ന് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഹിന്ദിക്ക് മുൻപ് തന്നെ ദൃശ്യം 3 മലയാളത്തിൽ ഇറങ്ങുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ദൃശ്യത്തിന്റെ ഇന്ത്യൻ റീമേക്കുകളിൽ ഏറ്റവും അധികം തിയേറ്റർ കളക്ഷൻ നേടിയത് അജയ് ദേവ്ഗണിന്റെ ഹിന്ദി ഫ്രാഞ്ചൈസിയാണ്. ദൃശ്യം 2ലും അജയ് ദേവ്ഗൺ നായകനായി തിയേറ്ററുകളിലെത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു. മോഹൻലാലിന്റെ ദൃശ്യം 3 ബഹുഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാകും എത്തുക. നേരത്തെ തന്നെ ഇത് റിപ്പോർട്ടുകളിൽ വന്നിരുന്നു. അങ്ങനെ വരുമ്പോൾ അജയ് ദേവ്ഗണിന്റെ ഹിന്ദി ദൃശ്യം 3യുടെ പ്രസക്തി എന്താകുമെന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അഭിഷേക് പഥക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവ്ഗണായിരിക്കും നായകൻ. 2022 പുറത്തെത്തിയ ദൃശ്യം 2വിന്റെ ഹിന്ദി റീമേക്കിന്റെ സംവിധാനവും അഭിഷേക് പഥക്കാണ് നിർവഹിച്ചത്. ദൃശ്യം പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്ന പക്ഷം ഹിന്ദി മലയാളം പതിപ്പുകൾ ഒരുമിച്ച് ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് തീരുമാനമെന്നാണ് നേരത്തെ അറിഞ്ഞ റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ പകുതിയോടെ തുടങ്ങുമെന്ന് കരുതുന്നതായി ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം. മലയാളത്തിലും ഹിന്ദിയിലും സിനിമയുടെ ചിത്രീകരണം ഒരേ സമയത്ത് തന്നെ തുടങ്ങണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും അക്കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യം ഹിന്ദിയിൽ തുടങ്ങാൻ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിയമപരമായി നേരിടുമെന്നൊരു സൂചന നൽകിയതോടെ അവർക്ക് പിന്തിരിയേണ്ടി വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയത്ത് തന്നെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങണമെന്ന ആവശ്യമാണ് കൂടുതലായും ഉയർന്നത്. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. മാത്രമല്ല ദൃശ്യം 3 അന്വേഷിച്ച് ഹിന്ദിയിൽ നിന്ന് സിനിമാക്കാർ വരുന്നതായുള്ള വാർത്തകളും ശരിയാണ്. അവരെല്ലാം തിരക്കഥ പൂർത്തിയാക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. പല സൈഡുകളിൽ നിന്നും കഥകൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ സ്വീകരിച്ചില്ലെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട്. എന്തായാലും മലയാളത്തിലെയാണോ ഹിന്ദിയിലെയാണോ ദൃശ്യം 3 ആദ്യം എത്തുക എന്ന സംശയം ഇപ്പോഴും സിനിമാ പ്രേമികൾക്കിടയിലുണ്ട്. എന്തായാലും ആദ്യം എത്തുന്ന ചിത്രം ഏതാണോ അതാണോ വിജയിക്കുക എന്ന സംശയവും പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.